കേരളം മുഴുവൻ ഇപ്പോൾ ചർച്ച പാമ്പാണ്. കാരണം ഈ പാമ്പുകളുടെ ശല്യം കാരണം ഇപ്പോൾ കേരളത്തിൽ നമുക്ക് രാത്രി കിടന്നുറങ്ങാൻ വരെ പേടിയാണ്. കാരണം നമ്മൾ പെട്ടെന്ന് ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ കട്ടിൽ തലേണ പൊക്കി നോക്കുക, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഒന്നുകൂടി വിരിച്ചിടുക, എന്ന് ബാത്റൂമിൽ പോകുമ്പോൾ കുട്ടികൾക്ക് പേടി എന്ന് പറഞ്ഞ് നിരവധി കേസുകളാണ് കേരളത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാമ്പ് 4 കടിയായിട്ട് വയസ്സായ ബന്ധപ്പെട്ട്. കുട്ടി വരെ അതെ, പാമ്പ് കടി ഏൽക്കുന്നു. വൃദ്ധയായിട്ടുള്ള സ്ത്രീക്ക് പാമ്പ് കടി ഏൽക്കുന്നു. അങ്ങനെ കിടന്നുറങ്ങും, വീടിനകത്ത് കിടന്നുറങ്ങിയാൽ തന്നെ. വീട്ടിൽ ബെഡ്റൂമിന്റെ ഉള്ളിലൊക്കെയാണ് മൂർഖനും അണലിയും അതെ കിടക്കുന്നത് അതെ അതെ. വീഡിയോകൾ കാണുന്നത്. അപ്പോൾ വളരെ അധികം ഭയാശങ്കകളുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് കാലാവസ്ഥയുടെ കൂടി ആയിരിക്കാം പക്ഷെ എന്നുള്ളത്. ഈ കാലാവസ്ഥ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്തിരി ഒരു ചൂട് കൂടുതലാണ് ഈ പ്രാവശ്യം. എൽനിനോ എന്നൊക്കെ പറയുമ്പോൾ പാമ്പുകളും എൽനിനോയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താന്ന്. അല്ല, ഭൂമിയുടെ ആ ഒരു താപനിലയിൽ താപനില ഉണ്ടാകുന്ന വ്യത്യാസം. വ്യത്യാസമുണ്ട്. കാരണം മാളത്തിലിരിക്കാൻ പറ്റില്ലാഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ. പക്ഷെ ഇത്രയും നമ്മൾ അടുത്തടുത്ത് വീടുകളും അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലാണേലും വീടിൻ്റെ പരിസരം എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വലിയ ഉഗ്രവിഷമുള്ള പാമ്പുകളാണ് കൂടുതലും പുറത്തു വരുന്നത്? അതെ സാധാ ചേരയൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതെ അതെ. വീടുകളിലുണ്ട്. അല്ലെങ്കിൽ അതിർത്തി ചേരകളൊക്കെ എന്നൊക്കെ നമ്മൾ പറയും. വീടിൻ്റെ ഉം അതിർത്തി ഉം ഉം. പറമ്പുകളിലൊക്കെ ഇപ്പോഴും ഉണ്ടാവും. പക്ഷേ ഈ ഉഗ്രവിഷമുള്ള പാമ്പുകൾ മാത്രമാണ് മാളങ്ങളിൽ നിന്ന് പുറത്ത് കാണുന്നത്. ഇതിനൊക്കെ ഒരു പ്രതിവിധി എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു കിസാൻ മിത്ര ചടി ചേച്ചി തന്നെയാണ് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഓർമ്മയില്ലേ? ആ, കിസാന്റെ കാര്യം. അത് കേന്ദ്ര സർക്കാർ വടി ഇറക്കി എന്ന് പറഞ്ഞിട്ട് വടി. പറഞ്ഞത്. അതെ. അപ്പൊ എന്തായാലും കിസാൻ മിത്ര ചടി എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ് ഉം. ഇപ്പൊ പറയുന്നത്. അത് പാമ്പുകളെ ഓടിക്കും എന്നല്ലേ അതിൻ്റെ അത്? അതെ പാമ്പുകൾ അതെ ഉണ്ടെങ്കിൽ അതെ. അറിയിപ്പ് നൽകുമെന്നല്ലേ? അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ പറയുന്ന കിസാൻ മിത്ര ചടി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റേഷനിലെ ശാസ്ത്രജ്ഞരെ വികസിപ്പിച്ചെടുത്തതാണ്. അത് കർഷകർക്ക് വേണ്ടിയിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു മെറ്റീരിയലാണ്. ഇതൊരു വാക്കിംഗ് സ്റ്റിക്ക് പോലെയാണ്. ഈ വാക്കിംഗ് സ്റ്റിക്ക് രൂപകൽപ്പന ചെയ്തേക്കുന്ന സെൻസറുകളാണ്. അതായത് ഘടിപ്പിച്ചിട്ട് സെൻസറുകൾ ചുറ്റുമുള്ള വസ്തുക്കൾ അതിൻ്റെ നമുക്ക് അതിൻ്റെ സെൻസർ കൊണ്ട് ചുറ്റിനുമുള്ള വസ്തുക്കളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് എന്തെങ്കിലും ഈ പറയുന്ന പാമ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ പരിസരത്ത് നമുക്കത് സിഗ്നലായിട്ട് നമുക്ക് ലഭിക്കും. ഇതിൻ്റെ ഒരു തരംഗം കാരണം ഓട്ടോമാറ്റിക്കലി പാമ്പുകൾ ആ ഒരു മീറ്റർ, ഒരു 50 മീറ്റർ പരിസരത്തുണ്ടെങ്കിൽ പാമ്പുകൾ ഓടി രക്ഷപ്പെടും. അപ്പോൾ ടോട്ടലി നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് പറയുന്നത്. അതിന് കൃഷിയിടങ്ങളിൽ നടക്കുമ്പോൾ പാമ്പിൻ്റെ മറ്റു ജീവനുകളല്ലെങ്കിൽ ഈ വടി കൊണ്ടൊരു പ്രത്യേക ശബ്ദം വരും, ഒരു പ്രത്യേക പ്രകാശവും വരും. ഇത് പാമ്പിനെ അകറ്റാനും അല്ലെങ്കിൽ നമുക്കതൊരു മുന്നറിയിപ്പ് സിഗ്നൽ തരാനും സഹായിക്കുന്നു. പിന്നെ ലൈറ്റ് രാത്രി കാലങ്ങളിൽ പാടത്തോ അല്ലെങ്കിൽ പറമ്പിലോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ടോർച്ച് ലൈറ്റുകൾ ഇതിൻ്റെ അകത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. അതുവഴി അപ്പോൾ ടോർച്ച് കൊണ്ടുപോകണ്ട. ഒരു കർഷകർക്ക്, കാരണം കർഷകർ സ്വാഭാവികമായിട്ടും നോർത്ത് ഇന്ത്യ ഉള്ളവരാണ്. കാരണം ഇത് ഉത്തർപ്രദേശിലാണ് വികസിപ്പിച്ചെടുത്തേക്കണേ. അപ്പോൾ ആ കർഷകർക്ക് രാത്രി പാടങ്ങളിൽ വെള്ളം തിരിച്ചുവിടാനൊക്കെ പോകുമ്പോൾ ഈ ഇടവഴികളിലൊക്കെ പാമ്പുകൾ കിടക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് നാട്ടിൻപുറങ്ങളിൽ നമുക്കറിയാം ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും കൂടെയാണ് ടോർച്ച് വരെ ഘടിപ്പിച്ചിട്ടുള്ളതാണ്. സാധാരണ വടിയെ അപേക്ഷിച്ച് അതിന് വളരെ വെയിറ്റ് കുറവാണ് ഇതിന്. സാധാരണ ഒരു പാമ്പിനെ തന്നെ വടിയുടെ പോലും വെയിറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മറ്റേ പാമ്പുകൾ ഈ പാടത്തോ അല്ലെങ്കിൽ പുല്ലുകൾക്കിടയിലൊക്കെ ഉണ്ടെങ്കിൽ ഈ സിഗ്നൽ ഉപയോഗിച്ച് ഇതിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവർക്ക്. അതുമല്ല നമ്മളുടെ കയ്യിലിരിക്കുന്ന സ്റ്റിക്കിലെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ കിട്ടുമ്പോൾ നമുക്കും അറിയാം ഈ പരിസരത്ത് എവിടെയോ ഒരു പാമ്പുണ്ടെന്ന്, നമ്മളും അലേർട്ടായിരിക്കും. പിന്നെ അങ്ങനെ ഒരുപാട് സുരക്ഷിതമായ ഇടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും അടുത്തൊരു ചോദ്യം വരണത് ഇത് എവിടെ കിട്ടുമെന്നായിരിക്കും. കാരണം ഇത് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ കാരണം ഇത് സംഭവം കേന്ദ്ര ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇത് എവിടെ കിട്ടും എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം നമ്മുടെ വന്നത്. പിന്നെ ഞാൻ ഇത് എവിടെ കിട്ടുമെന്ന് പറയാനും വിട്ടുപോയി. ഇതിൻ്റെ അകത്ത് ബാറ്ററി ചാർജ് മാത്രമല്ല ഉള്ളത്, സോളാർ ചാർജ് കൂടി ഉള്ളതാണ്. അപ്പം നമുക്കിത് പകല് ഈ സ്റ്റിക്ക് കൊണ്ട് പോകുമ്പോഴും സോളാർ ലൈറ്റിൻ്റെ ഒരു എനർജി ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതും ചാർജ് ആവും. അപ്പം നമുക്ക് ഫുൾ ടൈം ഇപ്പോൾ ബാറ്ററി വർക്കിംഗ് അല്ലെങ്കിൽ സോളാർ വെച്ച് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റിയോടെ ഉള്ള ഒരു സ്റ്റിക്കാണ്. നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനിയിപ്പോൾ കാട്ടിലോ അല്ലെങ്കിൽ പാടത്തോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ തന്നെ, വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഏതാണ്ട് 15 മുതൽ 50 മീറ്റർ വരെയും 50 പരമാവധി 100 മീറ്റർ വരെയുള്ളത് പരിധി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കിസാൻ ഇതിൽ വികസിപ്പിച്ചെടുത്തതാണെങ്കിൽ പോലും ഇത് നമുക്ക് നമ്മളുടെ കാർഷിക സർവകലാശാലകൾ വഴിയോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കൃഷിഭവനുകളിൽ നിന്ന് ലഭ്യമാകുമെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ ചൂട് കൂടുതലും എല്ലാം കൊണ്ടും പാമ്പുകൾ പുറത്തിറങ്ങിയേക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു സ്റ്റിക്ക് കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഒരു പദ്ധതി ഉണ്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റി. നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ, അതായത് നമ്മുടെ നേരത്തെ
നമ്മുടെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന മാമാജി എന്നൊക്കെ വിളിക്കപ്പെടുന്ന അതെ. അദ്ദേഹത്തിന്റെ വളരെ കഠിനമായിട്ടുള്ളൊരു പ്രയത്നവും ഉം. അദ്ദേഹത്തിന്റെ ആ വകുപ്പിനെ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്ന് കർഷക സൗഹൃദമായിട്ടുള്ളൊരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം വിപുലമായിട്ടുള്ള പദ്ധതികൾ കർഷകർക്ക് വേണ്ടിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ കിസാൻ ചടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിസാൻ ചടിയുടെ പ്രത്യേകതകൾ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു ചേച്ചി പറയുമ്പോഴത്തേക്കും. അപ്പോൾ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇതിനകത്ത് 100 മീറ്റർ പരിധിയിൽ പാമ്പോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇത്തരം ക്ഷുദ്രജീവികളുണ്ടെങ്കിൽ ഇത് വൈബ്രേഷൻ തരും. തെർമൽ സ്കാനിങ്, പാസീവ് ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുള്ള തെർമൽ സ്കാനിങ് ഇത് നടത്തും. ആ തെർമൽ സ്കാനിങ്ങിൽ കൂടെ ഈ ജീവികളെ അറിയാൻ കഴിയും. അതുപോലെ തന്നെ അൾട്രാസോണിക് സെൻസർ ഉപയോഗിച്ചുകൊണ്ട് ജീവികൾ അടുത്തേക്ക് വരുന്നതിനെ തടയാനും കഴിയും. ഞാനത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് എനിക്കൊരു മുമ്പൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. പ്രസാദം ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ട് ഈ തോന്നുന്നു കർണാടക ബേസ്ഡ് ആണെന്ന് തോന്നുന്നത്. അവരിതുപോലെ ഒരു ഉപകരണം പുറത്തിറക്കിയിരുന്നു. അതും ഇതുപോലെ തന്നെ ചാർജ് ചെയ്തിട്ട് നമുക്ക് വാക്കിംഗ് സ്റ്റിക്കായിട്ട് കർഷകർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇത് കൊണ്ടുവന്ന് പാടത്ത് കുത്തിവയ്ക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് സീസ്മിക് വേവുകൾ, ചെറിയ തരത്തിലുള്ള അൾട്രാസോണിക് സീസ്മിക് വേവുകൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ പാമ്പുണ്ടോ ഇല്ലയെന്ന് ഇതുപോലെ അറിയാൻ കഴിയില്ല. ഈ കിസാൻ ചടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതവിടെ ഉണ്ടെങ്കിൽ അതിന് ചുറ്റുവട്ടത്ത് 50-100 മീറ്ററിൽ പാമ്പുണ്ടെങ്കിൽ അറിയാൻ കഴിയും. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസ്മിക് വേവ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും ചെറിയ തോതിലുള്ള. അപ്പോൾ പാമ്പുകൾക്ക് ഇത് വരുമ്പോഴത്തേക്കും പാമ്പുകൾ ആ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു പോകും. കാരണം അവർക്ക് അപകട സൂചനയാണ് അതിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മൾ നടന്നു വരുമ്പോൾ പോലും ഉണ്ടാകുന്ന ചലനമുണ്ടല്ലോ. നമ്മൾ പാമ്പുണ്ട് സംശയം തോന്നി കഴിഞ്ഞാൽ ഉറച്ച് ചവിട്ടി നടന്നാൽ മതി. അപ്പോഴേ പാമ്പുണ്ടെങ്കിൽ ആ മണ്ണിൽ വരുന്ന ഒരു വൈബ്രേഷൻ ആണ് അന്ന് നമ്മുടെ പഴയുള്ള ആളുകൾ പറയായിരുന്നു ഉറക്കെ ചവിട്ടി നടന്നു കഴിഞ്ഞാൽ പാമ്പ് ഓടുമെന്ന്. അപ്പോൾ അതുപോലെ ഈ പറയുന്ന അൾട്രാസോണിക് സിസ്മിക് വേവ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പാമ്പുകളെ ഓടിക്കുന്ന ഒരു മെഷീൻ മുമ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അതിനേക്കാൾ ഒരു പടി കൂടി കടന്നിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ മിത്ര ചടി വന്നിരിക്കുന്നത് എന്നുള്ളത്. ഇതിനെ പറ്റിയിട്ട് പരക്കെ വളരെ നല്ല അഭിപ്രായമാണ് ഉള്ളത്. ടൈംസിലൊക്കെ അടക്കം ഇതിനെ പറ്റിയുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കർഷകർക്കാണെങ്കിൽ ഇത് വളരെ സബ്സിഡി റേറ്റിൽ ലഭിക്കുമെന്നാണ് ഇതിനെ പറ്റിയിട്ട് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു റേറ്റ് വരുന്ന അധികം ഒരു മലയാളികൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിട്ട് എനിക്കും തോന്നുന്നത്. കാരണം 500 രൂപ മുതൽ 1500 രൂപ വരുന്ന, അതിൽ സബ്സിഡി കൂടി ഉണ്ടെന്ന് ഓർക്കണം. അപ്പൊ ഏതൊരു സാധാരണക്കാരനും ഇന്ന് മേടിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറകിൽ ഇനി ഈ പറയുന്ന കർഷകർക്ക് മാത്രം കൃഷിഭവനിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ എന്നുള്ളത് കൂടി നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതാണ്. ഇത് കർഷകർക്ക് മാത്രമായിരിക്കാൻ സാധ്യതയില്ല. കർഷകർക്ക് ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ പറമ്പൊക്കെ ഉള്ളവർക്ക് ഒരു പക്ഷേ ഉപയോഗിക്കാനായിട്ട് ഒരു പക്ഷേ കഴിഞ്ഞിരിക്കും. പക്ഷേ ഇതിനെ കൊണ്ട് വനത്തിലൊക്കെ പോകുന്നത് ഒരു പക്ഷേ നിയമം മൂലം തടഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം വനത്തിലുള്ള ജീവി എന്ന് പറയുന്നത് വനത്തിൽ അവരുടെ ആവാസ വ്യവസ്ഥയിലാണ് കഴിയുന്നത്. അവിടേക്ക് നമ്മളാണ് കടന്നു ചെല്ലുന്നത്. ഈ കൃഷിഭൂമിയിലേക്ക് ഈ ജീവികൾ വരുമ്പോൾ നമ്മൾ തടയുന്നു, ശരി. പക്ഷെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ കയറി അവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വനമേഖലയിലോ അത്തരം മേഖലയിലൊക്കെ ഇതിനെ കൊണ്ടുപോകുന്നതിന് നിയന്ത്രണം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഒരു കോമൺ ലോജിക്കാണ് അത്. ഒരു സാധാരണ ലോജിക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഏതായാലും ഒരു ബൃഹത് പദ്ധതി, വളരെ വിശാലമായ ദീർഘലക്ഷണത്തോടു കൂടിയൊരു പദ്ധതിയായിട്ട് കേരളത്തിന് അത്യാവശ്യമായ ഒരു ഉപകരണം കൂടിയാണ് ഇപ്പോൾ ഇത്. അതെ, വളരെയധികം. കാരണം കേരളത്തിലെ കർഷകരായിട്ടുള്ളവർക്ക് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ വീടുകളിൽ കിടന്നിറങ്ങുമ്പോൾ പാമ്പ് വന്ന് കടിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ പാമ്പ് കടിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കർഷകന്റെ പാടത്തും പറമ്പിലും ഒക്കെ ഇത് ഉറപ്പായിട്ടും പാമ്പുകൾ ഉണ്ടാവും. കാരണം ഞാൻ ഒരു വീഡിയോ ഉണ്ട്, ഒരു കുട്ടി ചെടിച്ചട്ടി എടുത്തോണ്ട് പോകുമ്പോ ആ ചെടിച്ചട്ടിയുടെ ഉള്ളില് ചെടിച്ചട്ടിയുടെ മണ്ണിന്റെ ഉള്ളിലാണ് പാമ്പ് ഇരിക്കുന്നത്. പിന്നെ തണുപ്പ് തേടിയൊക്കെ വന്നിരിക്കുന്നതായിരിക്കും, കാരണം ചൂടല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ എന്തായാലും ഇത് വളരെയധികം ഉപകാരപ്രദമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ജനങ്ങൾക്ക് ഇത്രയും കുറഞ്ഞ നിരക്കിൽ 500 മുതൽ 1500 രൂപ വരെ ആകുന്നുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും അത് വളരെ ഗുണപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.